ഹലോ ഹായ്, ഇറ്റ്സ് മീ യുവർ സിനിമ ചേട്ടൻ. ഞാനിന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന സിനിമകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമിഴിലെ അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ഒരു 5 മൂവീസിന്റെ വിശേഷങ്ങളാണ്. അതായത് തിയേറ്ററിൽ അധികം ശ്രദ്ധിക്കാതെ പോയ എങ്കിൽ ഗംഭീരമായി തന്നെ ത്രില്ലടിച്ച് കണ്ടിരിക്കാൻ സാധിക്കുന്ന ഒരു 5 തമിഴ് ചിത്രങ്ങളാണ്. സിനിമകളെ പരിചയപ്പെടുത്തും മുമ്പ് ഞാൻ നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്രദമായ ഒരു കോഴ്സിനെ പറ്റിയുള്ള ചെറിയൊരു ഡീറ്റെയിലിംഗ് ആണ്. അതായത് മെഡിക്കൽ കോഡിംഗ് എന്നുള്ള ഒരു കോഴ്സിനെ പറ്റി ഒരുപാട് പേര് കേട്ടിരിക്കാൻ സാധ്യതയുണ്ട്. അതായത് ഒരു സയൻസ് ഗ്രാജുവേറ്റ് ആണ് നിങ്ങളെങ്കിൽ, നിങ്ങൾ ജോലിക്കായി ഒരുപാട് കഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ ധൈര്യമായി അശ്വർ അക്കാഡമി, ഈ കാണുന്ന അശ്വർ അക്കാഡമി ആൻഡ് ഹെൽത്ത് കെയർ എന്ന ഈ ഒരു സ്ഥാപനത്തിൽ ചേർന്നോളൂ. ഈ കോഴ്സ് 1 മാസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് പഠിച്ച് അവരുടെ തന്നെ സ്ഥാപനത്തിൽ നിങ്ങൾക്ക് ജോലി ചെയ്യാനായി കഴിയും. ക്ലാസ്സുകൾ നിങ്ങൾക്ക് എവിടെ ഇരുന്നും ഏത് രാജ്യത്തിരുന്നും തന്നെ കരസ്ഥമാക്കാവുന്നതാണ്. അതായത് ഓൺലൈനായും ഓഫ്ലൈനായും ഇവർ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 100% പ്ലേസ്മെന്റ് നിങ്ങൾക്ക് ഓഫർ ചെയ്യുന്നുണ്ട്. അതിപ്പോ വർക്ക് ഫ്രം ഹോമായും അല്ലെങ്കിൽ വർക്ക് ഫ്രം ഓഫീസുമായും 2 രീതിക്കും നിങ്ങൾക്ക് ഏതാണോ കംഫർട്ട് ആയിട്ടുള്ളത് ആ രീതിക്ക് നിങ്ങൾക്ക് ജോലി ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒരു സയൻസ് ഗ്രാജുവേറ്റ് ആണെങ്കിൽ ഇനി അധികം മടിച്ചു നിൽക്കേണ്ട, ഈ ഒരു കോഴ്സിനായി ചേർന്നുള്ളൂ. അപ്പൊ തമിഴിലെ ആ 5 ത്രില്ലേഴ്സ് എന്ന് നോക്കാം. ഞാൻ ഈ പറയാൻ പോകുന്ന എല്ലാ സിനിമകളും എന്റെ ടെലഗ്രാം ചാനലിൽ അവൈലബിൾ ആണ്. താല്പര്യമുള്ളവർക്ക് അവിടെ പോയി ഡൗൺലോഡ് ചെയ്ത് കാണാവുന്നതാണ്. ലെറ്റ്സ് ഗോ. 2014 ഒരു ത്രില്ലർ മൂവിയെ പുറത്തിറങ്ങിയ ഒരു ചിത്രമാണ് ആൾ എന്ന ഈ ഒരു ചിത്രത്തിന്റെ കഥയുടെ പ്ലോട്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ, സിക്കിമിൽ നിന്നും ചെന്നൈയിലേക്ക് വരുന്ന നമ്മുടെ ഹീറോയെ ഒരു അനോണിമസ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ഫോണിൽ വിളിച്ച് ചില കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കുകയാണ്. അതായത് നമ്മുടെ ഹീറോയുടെ കുടുംബത്തെ ഇയാൾ തട്ടിക്കൊണ്ട് പോവുകയും തുടർന്ന് ഇയാൾ പറയുന്ന ഏതൊരു കാര്യവും ചെയ്യാനായി തയ്യാറാവേണ്ടി വരികയാണ് നമ്മുടെ ഹീറോയ്ക്ക്. തുടർന്ന് ഇയാളുടെ കയ്യിൽ നിന്നും തന്റെ കുടുംബത്തെ എങ്ങനെ രക്ഷപ്പെടുത്തുന്നു, അല്ലെങ്കിൽ അയാൾ പറയുന്ന കാര്യങ്ങളൊക്കെ എങ്ങനെ ചെയ്യുന്നു എന്നൊക്കെയുള്ള ഗംഭീരമായ സംഭവങ്ങൾ തന്നെയാണ് ആൾ എന്ന ഈ ഒരു ചിത്രത്തിന്റെ കഥയുടെ പ്ലോട്ട്. ഗംഭീരമായ ഒരു ത്രില്ലർ മൂവി തന്നെയാണ്. കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ടെലഗ്രാം ചാനൽ പോയി ഡൗൺലോഡ് ചെയ്ത് കാണാവുന്നതാണ്. 5.4 ഔട്ട് ഓഫ് 10 ആണ് ചിത്രത്തിന്റെ IMDb റേറ്റിംഗ്. അപ്പോൾ ലിസ്റ്റിൽ 2ാമത്തെ ചിത്രമേന്നു. ரூல் நம்பர் 2, நான் என்ன சொன்னாலும் செய்யணும். உனக்கு என்ன தாண்டா வேணும்? ஏன்டா அப்படி டார்ச்சர் பண்ற? 2018 ഒരു ആക്ഷൻ ത്രില്ലറായി പുറത്തിറങ്ങിയ ഒരു ചിത്രമാണ് അസുരവധം. ശശികുമാറാണ് പ്രധാന വേഷത്തെ കൈകാര്യം ചെയ്തിരിക്കുന്നത്. അസുരവധം എന്ന ഒരു ചിത്രത്തിന്റെ കഥയുടെ പ്ലോട്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ, നമ്മുടെ ഇതിലെ പ്രധാന വില്ലന് ആരോ ഒരാൾ ഫോൺ ചെയ്ത് തന്നെ ഒരാഴ്ചയ്ക്കുള്ളിൽ കൊലപ്പെടുത്തുമെന്ന് സ്ഥിരമായി ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ആരാണ് ആ ഭീഷണി മുടക്കുന്നത്, ആരാണ് അതിന്റെ പിന്നിൽ എന്നൊക്കെയുള്ള ഗംഭീരമായ സംഭവങ്ങൾ തന്നെയാണ്. ചിത്രം ഒരു 2 സെക്കൻഡ് സംഭവത്തെ 2.5 മണിക്കൂർ വലിച്ചു നീട്ടിക്കൊണ്ട് പോയിരിക്കുന്നത് അരോചകമാണെങ്കിൽ പോലും ശശികുമാർ എന്ന ആ ഒരു ആക്ടറിന്റെ പെർഫോമൻസും അതുപോലെ തന്നെ ചിത്രത്തിന്റെ മേക്കിങ്ങും ഒക്കെ നമുക്ക് ഗംഭീരമായി തന്നെ ത്രില്ലടിച്ച് തന്നെ കണ്ടിരിക്കാൻ സാധിക്കും. OTT-യിൽ കാണാൻ സാധിക്കുന്ന ഒരു മൂവി എന്ന ഒരു നിലയിൽ കാണുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങളെ ത്രില്ലടിപ്പിക്കുന്ന ഒരു ചിത്രം തന്നെയായിരിക്കും. കണ്ടില്ലാത്തവരുണ്ടെങ്കിൽ ഉറപ്പായും ടെലഗ്രാം ചാനലിൽ പോയി ഡൗൺലോഡ് ചെയ്ത് കാണാവുന്നതാണ്. 6.4 ഔട്ട് ഓഫ് 10 ആണ് ചിത്രത്തിന്റെ IMDb റേറ്റിംഗ്. അപ്പോൾ ലിസ്റ്റിൽ 3ാമത്തെ ചിത്രമെന്ന് നോക്കാം. நீங்க எதுவும் பண்ணாம தான் ஒருத்தன் உங்களை டார்ச்சர் பண்ணிட்டு இருக்கா. சரியான பயந்தாங்கொழி பயலா இருக்கா. 2016 ഒരു മിസ്റ്ററി ത്രില്ലറായി പുറത്തിറങ്ങിയ ഒരു ചിത്രമാണ് പെൻസിൽ. JV പ്രകാശ് കുമാറാണ് ഇതിലെ പ്രധാന വേഷത്തെ കൈകാര്യം ചെയ്തിരിക്കുന്നത്. പെൻസിൽ എന്ന ഈ ഒരു ചിത്രത്തിന്റെ കഥയുടെ പ്ലോട്ട് എടുത്ത് നോക്കിയാൽ ഒരു സ്കൂളിനെ ചുറ്റിപ്പറ്റി നടക്കുന്ന ഒരു കഥയാണ്. അതായത് സ്കൂളിലെ സ്റ്റുഡൻസ് ആയ 2 പേർ തമ്മിൽ പൊരിഞ്ഞ പോരാട്ടമാണ്, പൊരിഞ്ഞ ശത്രുതയിലാണ്. വില്ലനായ സ്റ്റുഡന്റിനെ ഒരു ദിവസം ക്ലാസ് റൂമിൽ വെച്ച് ആരോ കൊലപ്പെടുത്തുകയാണ്. അങ്ങനെ പോലീസ് വരികയും തുടർന്നുള്ള അന്വേഷണങ്ങളുമൊക്കെയാണ്. അങ്ങനെ അന്വേഷണങ്ങളിൽ കണ്ടെത്തുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ മെയിൻ ഹീറോ ആയ JV പ്രകാശാണ് ഈ കൊല ചെയ്തതെന്നുള്ള എല്ലാവിധ തെളിവുകളും കണ്ടെത്തുന്നു. തുടർന്ന് നടക്കുന്ന ഗംഭീരമായ സംഭവ വികാസങ്ങൾ തന്നെയാണ് പെൻസിൽ എന്ന ചിത്രത്തിന്റെ കഥയുടെ പ്ലോട്ട്. ഗംഭീരമായ ഒരു ത്രില്ലർ മൂവി തന്നെയാണ്. കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഉറപ്പായും ടെലഗ്രാം ചാനലിൽ പോയി ഡൗൺലോഡ് ചെയ്ത് കാണാവുന്നതാണ്. 5.6 ഔട്ട് ഓഫ് 10 ആണ് ചിത്രത്തിന്റെ IMDb റേറ്റിംഗ്. അപ്പോൾ ലിസ്റ്റിൽ 4ാമത്തെ ചിത്രമെന്നു. Who is the killer? 2019 ഒരു ത്രില്ലർ മൂവിയായി പുറത്തിറങ്ങിയ ഒരു ചിത്രമാണ് വാച്ച്മാൻ എന്ന ഈ ഒരു ചിത്രത്തിന്റെ കഥയുടെ പ്ലോട്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ, ഒരു പലിശക്കാരന്റെ നിന്ന് കടം വാങ്ങിയ കാശ് തിരിച്ചു കൊടുക്കാനായുള്ള സമയം അതിക്രമിച്ചു കഴിഞ്ഞു നമ്മുടെ ഹീറോയ്ക്ക്. പക്ഷെ എങ്കിൽ പോലും ഹീറോയുടെ കയ്യിൽ നയാ പൈസ ഇല്ലാത്തത് കൊണ്ട് അയാൾ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് ഒരുപാട് കഷ്ടപ്പെടുകയാണ്, അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകയാണ്. അങ്ങനെ ഈ ഒരു ഡേറ്റ് അടുക്കും തോറും ഹീറോയ്ക്ക് ടെൻഷൻ കൂടുകയാണ്. അങ്ങനെ എങ്ങനെയെങ്കിലും കാശ് ഉണ്ടാക്കിയേ മതിയാകൂ എന്നൊരു നിർബന്ധത്തിന് വഴങ്ങി നമ്മുടെ ഹീറോ ഒരു വലിയൊരു ബംഗ്ലാവിലേക്ക് മോഷണത്തിനായി കയറുകയാണ്. തുടർന്ന് ആ ബംഗ്ലാവിൽ നമ്മുടെ ഹീറോ നേരിടുന്ന, അല്ലെങ്കിൽ അവിടെ നടക്കുന്ന കുറെ ഷോക്കിംഗ് ആയിട്ടുള്ള കുറെ സംഭവങ്ങൾ തന്നെയാണ് വാച്ച്മാൻ എന്ന ഈ ഒരു ചിത്രത്തിന്റെ കഥയുടെ പ്ലോട്ട്. ഗംഭീരമായ ഒരു ചിത്രം തന്നെയാണ്. കണ്ടില്ലാത്തവരാണെങ്കിൽ ഉറപ്പായിട്ട് ടെലഗ്രാം ചാനലിൽ പോയി ഡൗൺലോഡ് ചെയ്ത് കാണാവുന്നതാണ്. 5.4 ഔട്ട് ഓഫ് 10 ആണ് ചിത്രത്തിന്റെ IMDb റേറ്റിംഗ്. അപ്പോൾ ലിസ്റ്റിൽ ലാസ്റ്റ് ആൻഡ് ഫൈനൽ 5ാമത്തെ ചിത്രമെന്നു. 2017 ഒരു ത്രില്ലർ മൂവിയായി പുറത്തിറങ്ങിയ ഒരു ചിത്രമാണ് രൂപായ് എന്ന ഈ ഒരു ചിത്രത്തിന്റെ കഥയുടെ പ്ലോട്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ, നമ്മുടെ വില്ലൻ ഒരു ബാഗ് നിറയെ പണവുമായി ഒരു കാറിൽ സഞ്ചരിക്കുകയാണ്. അങ്ങനെ പെട്ടെന്നാണ് ഒരു പോലീസ് ചെക്കിംഗ് വരുന്നത്. അങ്ങനെ ഈ പോലീസ് ചെക്കിംഗ് കണ്ട് ഭയപ്പെടുന്ന നമ്മുടെ വില്ലൻ
ആ ബാഗ് എടുത്ത് നമ്മുടെ ഹീറോ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ലോറിയിലേക്ക് വലിച്ചെറിയുകയാണ്. തുടർന്ന് അങ്ങനെ നമ്മുടെ ഹീറോയ്ക്ക് ഈ പണം ലഭിക്കുകയും അങ്ങനെ ഈ വില്ലൻ തുടർന്ന് ഈ ഹീറോയെ അന്വേഷിച്ച് വരുന്നതുമൊക്കെയാണ് ചിത്രത്തിന്റെ കഥയുടെ പ്ലോട്ട്. ഗംഭീരമായ ഒരു ത്രില്ലർ മൂവി തന്നെയാണ് രൂപായ് എന്ന ഈ ഒരു ചിത്രം. കേട്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഉറപ്പായും ടെലഗ്രാം ചാനലിൽ പോയി ഡൗൺലോഡ് ചെയ്ത് കാണാവുന്നതാണ്. 6 out of 10 ആണ് ചിത്രത്തിന്റെ IMDb റേറ്റിംഗ്. 70 ലക്ഷം. ஏய் இன்னைக்கு ஒரு நாள் மட்டும்தான் உங்களுக்கு டைம். உன் பணம் ₹1 குறையாம வந்து சேரும். അപ്പോൾ ഇതൊക്കെയാണ് തമിഴിൽ അധികം ആരും കണ്ടിട്ടില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്ന അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള 5 ത്രില്ലർ മൂവീസിന്റെ വിശേഷങ്ങൾ. തുടർന്ന് നിങ്ങൾക്കറിയാവുന്ന മറ്റു ചിത്രങ്ങളുണ്ടെങ്കിൽ ഉറപ്പായും കമന്റ് ചെയ്ത് അറിയിക്കാനായി മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതുപോലെ ഈ മൂവീസ് എങ്ങനെയാണെന്നുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായവും കമന്റ് ചെയ്യാനായി മറക്കരുത്. അപ്പോൾ മറ്റൊരു ഗംഭീരമായ എപ്പിസോഡുമായി കാണുന്നവരെ ബൈ ബൈ.